അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളെ ആദരിച്ചിരിക്കുകയാണ്. വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു തആല സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ വചനത്തിലൂടെ നമ്മളോട് തന്നെ പറയാണ്, തീർച്ചയായും നാം ആദമിൻ്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു. അവർക്ക് കടലിലും കരയിലും സഞ്ചരിക്കാനായി നാം വാഹനങ്ങളെ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് ആവശ്യമായ ഉത്തമ വിഭവങ്ങൾ, ഉയർന്ന വിഭവങ്ങൾ ആഹാരമായി നാം നൽകിയിരിക്കുന്നു. നാം സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളേക്കാൾ, നിരവധി സൃഷ്ടികളേക്കാൾ മനുഷ്യരായ നമുക്ക് അള്ളാഹു വലിയ മഹത്വം നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ ആയത്തിൽ അള്ളാഹു തആല നമ്മളോട് പറയുന്നത്. മറ്റുള്ള മനുഷ്യരേക്കാൾ അള്ളാഹു നമ്മളെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യരെന്നുള്ള രീതിയിൽ അള്ളാഹു നമ്മളെ ആദരിച്ചിരിക്കുന്നു. വലിയ ബഹുമാനവും ആദരവും മഹത്വവും നൽകിയ നാം എങ്ങനെയൊക്കെയാണ് അള്ളാഹു തആല ആദരിച്ചിരിക്കുന്നതെന്ന് ഓരോന്നും ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ട്. മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നേരിട്ട് സൃഷ്ടിച്ചതാണ്. ഒരു സബബുകളും കൂടാതെ അള്ളാഹു അവൻ്റെ കൈകൊണ്ട് മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ചു. ഈ ഭൂമിയിലേക്ക് അള്ളാഹു നമ്മളെ പ്രതിനിധികളായിട്ട് അയച്ചിരിക്കുകയാണ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. നാം ഈ ദുനിയാവിലേക്ക്, ഈ ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ ഖലീഫമാരായിട്ടാണ്, പ്രതിനിധികളായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു തആല ഏറ്റവും ഉത്തമ സൃഷ്ടികളായ മലക്കുകളോട് മനുഷ്യൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള കൽപ്പന അള്ളാഹു തആല കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റൂഹിനെ അള്ളാഹു നമുക്ക് ഊതിത്തരികയാണ്. മലക്കുകൾ മുഴുവനും മനുഷ്യരായ നമ്മുടെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. അങ്ങനെ ആ മനുഷ്യർ വിശ്വാസികളായി അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കാൻ തുടങ്ങിയാൽ, അടിമ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവനോട് ഏറ്റവും അടുത്താണുള്ളത്, എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം നൽകുമെന്നുള്ള സന്തോഷവാർത്ത അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. മനുഷ്യരായ നമ്മളെപ്പോലെയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ, നിരപരാധിയായ ഒരാളെ ആരെങ്കിലും ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നത് പോലെയാണ് എന്നുള്ള ആദരവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ആദരവ്, അള്ളാഹു നമ്മളെ ആദരിച്ചത്, ബഹുമാനിച്ചത്, മഹത്വപ്പെടുത്തിയത് നാം ആദ്യം മനസ്സിലാക്കണമെന്നുള്ളതാണ്. നമ്മൾ പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ ആറാമതായി പറഞ്ഞത് ശറഫുൻ നഫ്സ് വസകാഉഹ വഫളുഹ വഅനഫതുഹ വഹമിയതുഹ അൻ തഖ്താറൽ അസ്ബാബ അല്ലതി തഹത്തുഹ വതലഉ മിൻ ഖദരിഹ വതഖ്ഫിളു മൻസിലതഹ വതുഹഖിറുഹ വതുസവ്വിയ ബൈനഹ വബൈന സഫല. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറയാണ്, പാപങ്ങൾ വളരെ മോശമായ കാര്യങ്ങളാണ്. ഞാൻ ചെയ്യേണ്ട മാന്യമായ പ്രവൃത്തിയല്ല. അള്ളാഹു ഇത്രയും ആദരിച്ച, ബഹുമാനിച്ച മനുഷ്യരായ നാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പാപങ്ങളെന്ന് പറയുന്നത്. ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യനായ ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച എൻ്റെ മഹത്വമാണ് ഇടിയുന്നത്, എൻ്റെ വിലയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. സമൂഹത്തിൽ വളരെ നീചമായ, മോശമായ പാപങ്ങളിൽ മുഴുകിക്കഴിയുന്ന ആളുകളുണ്ട്. ഈ പാപങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാനും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഏറ്റവും മോശപ്പെട്ട ആളുടെ സ്ഥാനത്ത്, അധമന്മാരിൽ അധമരായി നാം താഴ്ത്തപ്പെടും. ഖുർആൻ പറഞ്ഞതുപോലെ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരായിട്ട് മാറും. തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ, അത്തരത്തിലുള്ള അക്രമങ്ങളും തിന്മകളും വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ചിന്തയുള്ള ഒരാൾ ഒരിക്കലും ഇത്രയും മോശപ്പെട്ട തിന്മകൾ എടുക്കാൻ തയ്യാറാവുകയില്ല, ചെയ്യാൻ തയ്യാറാവുകയില്ല. അതിനാണ് ഹമിയത്ത് എന്ന് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യരായ നമുക്ക് ഈർഷ്യത വേണം, ദേഷ്യമുണ്ടാകണം, അഭിമാനബോധമുണ്ടാകണം.
ഇത്രയും മോശമായ കാര്യങ്ങളുമായി, പാപങ്ങളുമായി ഞാൻ എങ്ങനെയാണ് ഏർപ്പെടുക? എൻ്റെ സ്ഥാനമാണല്ലോ നഷ്ടപ്പെടുന്നത്, അള്ളാഹു എനിക്ക് നൽകിയ മഹത്വമാണല്ലോ നഷ്ടപ്പെടുന്നത്, അള്ളാഹു എന്നെ ആദരിച്ചതാണല്ലോ, ആ ആദരിച്ചതിനെതിരായ കാര്യങ്ങളാണല്ലോ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ചിന്ത മുഅ്മിനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ഈ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞ കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി സൂചിപ്പിക്കുകയുണ്ടായി, പാപങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ മോശമായ കാര്യമാണ്, വളരെ മ്ലേച്ഛമായ കാര്യമാണ്, അത് അഴുക്കാണ് എന്നൊക്കെ ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറയാണ്. അപ്പോൾ ആ അഴുക്ക് നമ്മുടെ ശരീരത്തിൽ പുരളാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ തിന്മകളിൽ നിന്നും നാം അകന്നു നിൽക്കേണ്ടതുണ്ട്. ഏതുപോലെ ഒരു വാപ്പ തൻ്റെ മകനെ സ്നേഹത്തോട് ഉപദേശിക്കുന്നത് പോലെ അള്ളാഹു നമ്മളെ മോശമാകാതിരിക്കാൻ വേണ്ടി, അഴുക്കുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, അപകടങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളെ ഉപദേശിക്കുകയാണ്, തിന്മകൾ ഏതാണെന്ന് പറഞ്ഞു തരികയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ കാരണമായി പറഞ്ഞത്. വളരെ അപകടമാണ് പാപങ്ങൾ എന്ന് പറയുന്നത്, വളരെ മോശമാണ് പാപങ്ങൾ എന്ന് പറയുന്നത്. അത് ചെയ്ത ആളോ ആദരിക്കപ്പെട്ട ഒരു മനുഷ്യനാണത് ചെയ്യുന്നതെങ്കിലോ അവൻ്റെ ആദരവ് നഷ്ടപ്പെട്ടു പോകും, അവൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകും. ഇവിടെയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറയുന്നത്, ഞാൻ ചെയ്യേണ്ട സംഗതിയല്ല പാപങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിശ്വാസി മുഅ്മിൻ അവൻ ആ പാപം ചെയ്യുന്ന സമയത്ത് അവൻ വിശ്വാസിയല്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വ്യഭിചരിക്കുന്ന സമയത്ത്, മോഷ്ടിക്കുന്ന സമയത്ത് അവൻ വിശ്വാസിയല്ല എന്നാണ്, ആ സമയത്ത് അവൻ്റെ വിശ്വാസത്തെ ഉയർത്തപ്പെടുകയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ സ്ഥാനത്ത് നാം തിരിച്ചറിയണം. അള്ളാഹു നമ്മളെ ആദരിച്ചതിനെക്കുറിച്ച് നാം തിരിച്ചറിയണം. ആ നില മറന്ന് തരം താഴ്ന്ന അവസ്ഥയിലേക്ക് നാം പോകാൻ പാടില്ല എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ല ഉണർത്തുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല പറയുന്നുണ്ട്, അദ്ദേഹം ഖലീഫയായതിനു ശേഷം ജനങ്ങളോട് പല ഖുതുബകളും പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അയ്യുഹന്നാസ് ഇന്നലി നഫ്സൻ തവ്വാഖ, ജനങ്ങളെ, എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് പുരോഗതിയിലേക്ക് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സാണ്. ചെറുപ്രായത്തിൽ തന്നെ ഉയർച്ച വേണം. ഞാനിങ്ങനെ സാധാരണക്കാരെ പോലെ ജീവിക്കേണ്ട ആളല്ല, ഞാൻ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്. അന്ന് എൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ഭൗതികമായ ഉയർച്ചയായിരുന്നു. അങ്ങനെ അന്നത്തെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം മദീനയിലെ ഗവർണറാകണം. അങ്ങനെ ഞാൻ മദീനയിലെ ഗവർണറായി ആ ഉയർന്ന സ്ഥാനത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടു. പിന്നീട് അതിനേക്കാളും ഉയർച്ചയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനേക്കാളും ഉയർച്ച ഖിലാഫത്താണ്. ആ ഖിലാഫത്ത് പദവിയും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി. പിന്നെയും ഞാൻ അതിനേക്കാൾ മുകളിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചു. ഖിലാഫത്തിനേക്കാൾ, അധികാരത്തേക്കാൾ മുകളിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. കാരണം എൻ്റെ മനസ്സിൻ്റെ പ്രകൃതി അങ്ങനെയാണ്. ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക്, നിലവാരത്തിലേക്ക് പോകണം. നമുക്കറിയാം, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ ആ പഴയ കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന വസ്ത്രം അദ്ദേഹം ധരിക്കുമായിരുന്നു, ഏറ്റവും വില കൂടിയ സുഗന്ധം അദ്ദേഹം പൂശുമായിരുന്നു, ഏറ്റവും വില കൂടിയ ആഹാരം അദ്ദേഹം ഭക്ഷിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹവാസവും ഇടപഴകലുമൊക്കെ രാജകുമാരന്മാരോടും ദർബാറുകളിലുള്ള വലിയ ഉന്നത സ്ഥാനമുള്ള ആളുകളോടുമായിരുന്നു. അത്തരത്തിൽ അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിച്ചു, കൊതിച്ചു, സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചു. ദുനിയാവിൽ ജീവിക്കുമ്പോൾ താഴ്ന്നവരായി ജീവിക്കാൻ പാടില്ല. സമ്പത്തുണ്ടാകണം, അധികാരമുണ്ടാകണം, പവർ ഉണ്ടാകണം, ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകണം, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിനും ഞാൻ പൂശുന്ന അത്തറിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകണമെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ള പറയാണ്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ദുനിയാവിൻ്റെ എല്ലാ ഉയർച്ചകളും ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ യുവത്വ കാലഘട്ടത്തിൽ ഞാൻ നേടിയെടുത്തു. എനിക്ക് ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ എന്തെല്ലാം ഉയർച്ചകൾ അവൻ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ഞാൻ നേടിയെടുത്തു, അതൊക്കെ ഞാൻ കരസ്ഥമാക്കി. ആ ആഡംബരങ്ങളും സൗഭാഗ്യങ്ങളും ഞാൻ കരസ്ഥമാക്കി. ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊരു സ്ഥാനം എനിക്ക് ലഭിക്കാനില്ല. അത്രത്തോളം ഉയർന്ന സ്ഥാനത്തേക്ക് ഞാൻ എത്തിയതിനു ശേഷം എൻ്റെ മനസ്സിൻ്റെ പ്രകൃതിയാണല്ലോ, സ്വഭാവമാണല്ലോ ഉയർച്ച വീണ്ടും ആഗ്രഹിക്കുക എന്നുള്ളത്. ഞാൻ വീണ്ടും ഇതിനപ്പുറത്തേക്ക് ഉയർച്ച എന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങി. മഹാനവറുകൾ പറയാണ്, വഇന്നി ലമ്മ ഉഅതീതുൽ ഖിലാഫ, അധികാരം എനിക്ക് ലഭിക്കപ്പെട്ടതിന് ശേഷം താഖത്ത് നഫ്സി ഇലാ മാ ഹുവ അഅല മിൻഹാ, അതിനേക്കാൾ ഉയർന്ന സ്ഥാനം ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചപ്പോൾ വഹിയ അൽ ജന്ന,
ഇനി ദുനിയാവിൽ അതിനേക്കാൾ ഉയർന്ന സ്ഥാനമൊന്നുമില്ല, കാരണം ഇത്രയും വലിയ ഭരണം ഞാൻ അടക്കി ഭരിക്കുകയാണ്. ഇനി അതിനേക്കാൾ ഉയർന്ന സ്ഥാനം എന്താണ്? അത് സ്വർഗമാണ്. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഫഅഈനൂനി അലൈഹാ യർഹമുകുമുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആ സ്വർഗം ലഭിക്കാൻ അനുഗ്രഹിക്കണം, സഹായിക്കണം, അള്ളാഹു നിങ്ങളെ കരുണ ചെയ്യട്ടെ എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല പറയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയെ കുറിച്ച് നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാന്മാരായ വലിയ വലിയ താബിഈങ്ങൾ പറയുന്നത്. ഇമാം മക്ഹൂൽ റഹിമഹുല്ല അദ്ദേഹം ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയേക്കാൾ ദുനിയാവിനോട് വിരക്തിയുള്ള ഒരാളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല പറയാണ്, ജനങ്ങളെല്ലാവരും പറയും ഞാൻ ദുനിയാവിനോട് വിരക്തിയുള്ള ആളാണ്, ഭൗതികമായ വസ്തുക്കളോട്, സമ്പത്തിനോട്, പിന്നെ ആഡംബര ജീവിതത്തോട് എനിക്ക് വിരക്തിയാണ്, താല്പര്യമൊന്നുമില്ല. അദ്ദേഹം പറയാണ്, എന്നാൽ ദുനിയാവിനോട് വിരക്തിയുള്ള, ദുനിയാവിനോട് ഈ ഇഹലോക ജീവിതത്തിൻ്റെ ഭൗതികമായ വസ്തുക്കളോട് താല്പര്യമില്ലാത്ത ഒരാളെ ഞാൻ കണ്ടത് അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയാണ്. അത്തതുഹു ദുനിയ, അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ദുനിയാവ് മുഴുവനും വന്നിട്ടുണ്ട്, പക്ഷേ ഫതറക്കഹ, അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചു എന്ന് ഇമാം സഹബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ താരീഖുൽ ഇസ്ലാം എന്നുള്ള കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല ഒരു പ്രാവശ്യം തൻ്റെ ഖുതുബയിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന ദുനിയ ലാ തസുറു ബിഖദ്രി മാ തളുർ, ദുനിയാവ് നമ്മളെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനിപ്പിക്കും, നമുക്ക് കൂടുതൽ ടെൻഷനായിരിക്കും. തസുറു ഖലീല, നമ്മൾ ദുനിയാവിൻ്റെ പിറകിൽ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ സന്തോഷം തരും, തിന്മകൾ കുറച്ച് സന്തോഷം തരും, കുറച്ചൊക്കെ ആനന്ദം തരും. പക്ഷേ വതുഹ്സിനു തവീല, ദീർഘമായ എന്നേക്കുമുള്ള ദുഃഖമായിരിക്കും നമുക്ക് തരാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അതുകൊണ്ട് ഏറ്റവും ഉയർന്ന സ്ഥാനം കിട്ടാൻ വേണ്ടി ദുനിയാവിനങ്ങ് പതുക്കെ മാറ്റിവെച്ചു. ഇബ്നു അബ്ദുൽ ഹക്കം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ സീറയുടെ കിതാബ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ സഹിദ ഫിദ് ദുനിയ, അദ്ദേഹം അതുവരെ ദുനിയാവിൻ്റെ ആളായിരുന്നു, അദ്ദേഹത്തിന് എല്ലാം ഏറ്റവും ഉയർന്ന വസ്തുക്കളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഇതിനോടൊക്കെ വിരക്തി കാണിച്ചു. വറഫല മാ കാന ഫീഹി, അദ്ദേഹം ഏതൊരു ജീവിതമാണോ നയിച്ചിരുന്നത് അതൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു. വതറക അൽവാന തആം, വില കൂടിയ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ അദ്ദേഹം കഴിക്കുമായിരുന്നു, അതൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചതായി പിന്നെ ഇബ്നു അബ്ദുൽ ഹക്കം റഹിമഹുല്ല പറയാണ്. അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നുണ്ട്, സാനിബ് ഇബ്നു സിയാദ് റഹിമഹുല്ല പറയുന്നതായിട്ട്, കാന ഉമർ യുൻഫിഖു അലാ അഹ്ലിഹി, അദ്ദേഹം പിന്നീട് തൻ്റെ ഭാര്യ രാജകുമാരിയാണ്, രാജകുടുംബത്തിലെ വലിയൊരു ഖലീഫയുടെ മകളാണ്, തൻ്റെ കുടുംബത്തിനും മക്കൾക്കും അദ്ദേഹം രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിനായി ഒരു ദിവസം 2 ദിർഹമായിരുന്നു കൊടുത്തിരുന്നത്. അതിനേക്കാൾ ഉയർന്ന പിന്നെ ജീവിതം നയിച്ചിരുന്ന മഹാനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതുവരെ ഉയർന്ന വസ്ത്രം ധരിച്ചിരുന്ന ആള് ഖലീഫയായതിനു ശേഷം പരുപരുത്ത വസ്ത്രം ധരിക്കാൻ തുടങ്ങി. അദ്ദേഹം അതുവരെ തൻ്റെ ജീവിതത്തിൽ ഇസ്രാഫ് ഉണ്ടായിരുന്ന, ഏത് വിഷയത്തിലും ഒരുപാട് വസ്ത്രങ്ങളും ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളും ഒരുപാട് ആഡംബര ജീവിതവും ഉണ്ടായിരുന്ന മഹാനവറുകൾ അതെല്ലാം ഉപേക്ഷിക്കാൻ തുടങ്ങി. അദ്ദേഹം അതൊക്കെ വിറ്റു എന്നാണ്. ഭരണം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം വിറ്റു. എന്നിട്ട് ആ വിറ്റ പൈസ, ആഭരണങ്ങളടക്കം, അത് ബൈത്തുൽ മാലിലേക്ക് അദ്ദേഹം അടച്ചു എന്ന് ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു പ്രാവശ്യം രോഗിയായി, മരണാസന്നമായി ബന്ധപ്പെട്ട രോഗവുമായി ബന്ധപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വസ്ത്രമാണ് ഉണ്ടായിരുന്നത്. മസ്ലമത്ത് ബിൻ അബ്ദുൽ അലിക് റഹിമഹുല്ല പറയുന്നുണ്ട്, ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ അടുക്കലേക്ക് രോഗസന്ദർശനത്തിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം അഴുക്ക് പുരണ്ടതായിട്ട് കണ്ടു. ഞാൻ ഫാത്തിമ ഭാര്യയോട്, അഥവാ എൻ്റെ പെങ്ങളോട് ഞാൻ ചോദിച്ചു, എന്താണ് പിന്നെ അമീറുൽ മുഅ്മിനീൻ്റെ വസ്ത്രം മാറ്റി കൊടുക്കാത്തത്? ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ആ പെങ്ങൾ പറയുകയും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വന്നപ്പോൾ വീണ്ടും പഴയ വസ്ത്രത്തിൽ തന്നെ, ആ അവസ്ഥയിൽ തന്നെ കണ്ടപ്പോൾ വീണ്ടും സഹോദരിയോട് ചോദിക്കുകയാണ്, യാ ഫാത്തിമ അലം അമുറുക്കും അൻ തഗ്സിലു ഖമീസ അമീറുൽ മുഅ്മിൻ്റെ ഖമീസ് വൃത്തിയാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? വല്ലാഹി മാ ലഹു ഖമീസുൻ ഗൈറുഹു, അദ്ദേഹം ബൈത്തുൽ മാലിൽ നിന്നൊന്നും എടുക്കാറില്ല, അദ്ദേഹം സ്വയം അധ്വാനിക്കുന്നതിൽ നിന്നും കിട്ടുന്നതേ അദ്ദേഹം പിന്നെ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇന്ന് അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ വരുമാനം കൊണ്ട് ഒരു ഖമീസ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എന്താണ് അദ്ദേഹം ഈ ഒരു ജീവിതം തിരഞ്ഞെടുത്തത്? ഏറ്റവും ഉയർന്ന ജീവിതം ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല അവസാനം ഏറ്റവും ഉയർന്ന സ്വർഗം നേടാൻ ആഗ്രഹിച്ചു എന്നുള്ള, പരലോക വിജയത്തിന് തടസ്സമാകുന്ന എന്തെല്ലാം കാരണങ്ങളുണ്ട് അതൊക്കെ ശപിക്കപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അറിയണേ ദുനിയാവ് അത് ശപിക്കപ്പെട്ടതാണ്. ഇന്ന ദുനിയ മൽഊനത്തുൻ, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. മൽഊനും മാ ഫീഹ, അതിലുള്ള മുഴുവൻ വസ്തുക്കളും ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റുല്ലാഹ്, അല്ലാഹുവിൻ്റെ സ്മരണയൊഴികെ, അതുമായി ബന്ധപ്പെട്ടതൊഴികെ. വആലിമുൻ ഔ മുതഅല്ലിമുൻ, ഇൽമു പഠിപ്പിക്കുന്നവനും ഇൽമു പഠിക്കുന്നവനും ഒഴികെ. മറ്റൊരു റിവായത്തിൽ, തിർമിദിയുടെ റിവായത്തിൽ വരുന്നുണ്ട്, ഇല്ലാ മാ കാന ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയല്ലാത്ത മുഴുവൻ അനുഗ്രഹങ്ങളും ശപിക്കപ്പെട്ടതാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാന, നമ്മളൊരു വാഹനം മേടിച്ചു, ആ വാഹനം നമുക്ക് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും അത് കംപ്ലൈൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിനെ സ്വാഭാവികമായി വെറുക്കും, നമ്മളതിനെ ഉപേക്ഷിക്കും, വിൽക്കും. ഉപകാരമില്ല, നമുക്ക് ആ വാഹനം കൊണ്ട് ഉപകാരമില്ല, പൈസ ചെലവാക്കാന്നല്ലാതെ നമ്മളെ കൊണ്ട് ഓടിക്കാൻ കഴിയുന്നില്ല. ഇതുപോലെ അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത്, അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യം, അള്ളാഹു നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും, ഇത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ മൽഊനുൻ, അത് ശപിക്കപ്പെട്ടതാ. നമ്മൾ തന്നെ അതിനെ ശപിക്കും. ഉപകാരമില്ലാത്ത വസ്തുക്കൾ അതിനെ നമ്മൾ ശപിക്കാറുണ്ട്. അതുപോലെ ഉപകാരപ്പെടാത്ത, ശപിക്കപ്പെടേണ്ട വസ്തുക്കളാണ് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടാത്ത സമ്പത്തും, ആഖിറത്തിലേക്ക് ഉപകാരപ്പെടാത്ത ആരോഗ്യവും, ആഖിറത്തിലേക്ക് ഉപകാരപ്പെടാത്ത ഖിലാഫത്തും പവറുമൊക്കെ ശപിക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. അതുകൊണ്ട് നാം എത്തേണ്ടത് ഉയർന്ന സ്വർഗത്തിലേക്കാണ്, ഉയർച്ചയിലേക്കാണ്. കാരണം അവിടെ നിന്നാണ് റൂഹ് വന്നിട്ടുള്ളത്. റൂഹ് നമ്മുടെ പിന്നെ ഉൽവിയായിരിക്കണം, സുഫ്ലയാകാൻ പാടില്ല, താഴ്ന്ന റൂഹാകാൻ പാടില്ല, നരകത്തിലേക്ക് പോകേണ്ട റൂഹാകാം. നമ്മുടെ ശരീരം, ബോഡി, അത് മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടതാണ്, അത് താഴ്ന്ന വസ്തുക്കൾ കൊണ്ട് പടക്കപ്പെട്ടതാണ്, അതങ്ങ് നശിച്ചു പോകും. പക്ഷെ റൂഹ് വന്നിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് റൂഹ് ഊതപ്പെട്ടത്. സ്വർഗത്തിൽ നിന്നാണ് നാം വന്നത്. നമ്മുടെ വാപ്പയും ഉമ്മയും വന്നത് സ്വർഗത്തിൽ നിന്നാണ്. നമ്മുടെ തറവാട് സ്വർഗമാണ്. അവർ ഏതൊരു അഴുക്ക് കൊണ്ടാണോ, ഏതൊരു മാലിന്യം കൊണ്ടാണോ ഈ ഭൂമിയിലേക്ക് വന്നത്, ആ അഴുക്ക് കൊണ്ട് നമുക്ക് സ്വർഗം തടയപ്പെടാൻ പാടില്ല. നമ്മൾ പോകേണ്ടതും തിരിച്ചു മടങ്ങേണ്ടതും ആ ഉയർന്ന സ്വർഗത്തിലേക്കായിരിക്കണം. ആ ഉയർന്ന സ്വർഗത്തിലേക്ക് പോകാൻ തടസ്സമാകുന്ന തിന്മകളാണ് ഈ ലോകത്ത് അല്ലാഹു തആല തടഞ്ഞിരിക്കുന്നത്, നിഷിദ്ധമാക്കിയിരിക്കുന്നത്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാലോ ആ സ്വർഗം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിൽ നാം പൂർണ്ണമായി മാറി നിൽക്കണം. അല്ലാഹു തആല ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ അഴുക്കുകളൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷമായിരിക്കും അല്ലാഹു തആല പ്രവേശിപ്പിക്കുക. സൂറത്ത് സുമറിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകളെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുവരും. അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു കഴിഞ്ഞു. വഖാല ലഹും ഖസനതുഹാ, ആ സ്വർഗത്തിലെ കാവൽ നിൽക്കുന്ന മലക്കുകൾ അവരോട് പറയും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ മുഴുവൻ പാപകറകളിൽ നിന്നും കഴുകി ശുദ്ധിയാക്കിയിട്ടാണ് സ്വർഗത്തിലേക്ക് വന്നിരിക്കുന്നത്. തിബ്തും, നിങ്ങൾ നല്ലവരായിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ശരീരത്തിൽ, റൂഹിൽ, നഫ്സിൽ ഒരു പാപകറകളുമില്ല. ഫദ്ഖുലൂഹാ ഖാലിദീൻ, അതുകൊണ്ട് ശാശ്വതമായിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളാൻ വേണ്ടി മലക്കുകൾ അവരോട് പറയുന്നതാണ്. അപ്പോൾ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറയുന്നുണ്ട്, നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ കറകൾ, പാപങ്ങൾ ഇല്ലാതിരിക്കണം. അതിന് അല്ലാഹു തആല ശുദ്ധീകരിക്കാൻ വേണ്ടി നിശ്ചയിച്ച മാർഗങ്ങളാണ്. ഒന്നാമത്തെ മാർഗം തൗബയാണ്. നമുക്ക് ഇതിൽ ഏതു മാർഗം സ്വീകരിക്കാട്ടോ, ഒന്നില്ലെങ്കിൽ തൗബയുടെ മാർഗം സ്വീകരിക്കാം. തൗബ ചെയ്ത് 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 നമ്മുടെ പാപങ്ങളെ നമുക്ക് കഴുകി ശുദ്ധീകരിക്കാം. ഇനി ഒരാൾ അങ്ങനെ ഒരു സ്വഭാവമില്ല എങ്കിൽ അയാൾ അവൻ്റെ തിന്മകളെ മറികടക്കുന്ന തരത്തിലുള്ള സാലിഹായ അമലുകൾ കൊണ്ട് അവൻ്റെ നഫ്സിനെ അവൻ ശുദ്ധീകരിക്കണം. ഇനി അവൻ്റെ നഫ്സിനെ ആ തരത്തിലും ഒരാൾക്ക് ശുദ്ധീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ആളുകളെ പരീക്ഷിക്കും. മരണം കൊടുത്ത്, അസുഖം കൊടുത്ത്, പല രീതിയിലൂടെ പരീക്ഷിക്കും. ഈ പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കഴുകി ശുദ്ധീകരിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സൂചിപ്പിക്കുകയുണ്ട്, അല്ലാഹു തആല ഒരാളെ
ശുദ്ധീകരിക്കുക അഥവാ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഒരാൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന അനുഗ്രഹം എടുത്തു കളയുമെന്ന് മാത്രമല്ല, പരീക്ഷണം കൊടുക്കുമെന്നാണ്. അതിൽ തന്നെ ഉറച്ചു നിന്നാലോ പരീക്ഷണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അപ്പം അള്ളാഹു തആല അങ്ങനെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് തൗബ ചെയ്യാതെ, സാലിഹായ അമലുകൾ ചെയ്യാതെ, ആ പരീക്ഷണങ്ങളിലൂടെ നമ്മുടെ പാപക്കറകൾ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ പാപം ചെയ്ത മനുഷ്യനായിരിക്കും, മരണം സംഭവിക്കുക വലിയ രോഗത്തിൻ്റെ അടിമപ്പെട്ടായിരിക്കും. പിന്നീട് അവൻ അതിലൂടെ ശുദ്ധീകരിക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യും. ഈ 3 ഘട്ടത്തിൽ ഒരു മനുഷ്യൻ സംസ്കരിക്കപ്പെടുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നു. ഈ 3 സന്ദർഭവും ലഭിക്കാത്തവരുണ്ടാകും. അവരാണ് നരകത്തിൽ പോയിട്ട് സംസ്കരിക്കപ്പെടുന്ന. ഈ 3 രീതിയിൽ ചില ആളുകൾ നമ്മൾ കണ്ടു, പാപങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും, അവരിങ്ങനെ സുഖത്തിലായിരിക്കും, അവർക്ക് പവർ ഉണ്ടാകും, അധികാരം ഉണ്ടാകും. അവരെ ശുദ്ധീകരിക്കുക, വിശ്വാസികളാണെങ്കിൽ നരകത്തിലിട്ട് ശുദ്ധീകരിക്കും. അങ്ങനെ നരകത്തിൻ്റെ ശിക്ഷകളൊക്കെ കഴുകി കരിക്കട്ടയായിട്ട് അവർ പുറത്തേക്ക് വരുമ്പോൾ അള്ളാഹു തആല ഒരു വെള്ളത്തിൽ മുക്കുന്നതാണ്. ആ സമയത്ത് അവരുടെ കരിക്കട്ടയാകുന്ന ശരീരം മുഴുവൻ അത് ശുദ്ധീകരിക്കപ്പെട്ട് കറകളൊക്കെ മാറി പിന്നീട് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം കിട്ടുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ പാപക്കറകൾ നാം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട മാർഗം ഏതായിരിക്കണം? 4ാമത്തെ മാർഗമാണോ അതല്ല 1ാമത്തെ മാർഗമാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ നഫ്സിനെ സംസ്കരിക്കുന്ന ഏറ്റവും നല്ല അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആര് ഈ നഫ്സിനെ, റൂഹിനെ, അള്ളാഹു ആദരിച്ച നഫ്സിനെ സംസ്കരിച്ചെടുത്തോ അവൻ വിജയിക്കും. വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ നഫ്സിനെ മലിനമാക്കിയാൽ, അഴുക്കാക്കിയാൽ, പാപക്കറകൾ കൊണ്ട് അല്ലാഹു തആല അവനെ ശിക്ഷിക്കും, നരകത്തിലിടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. മുഴുവൻ പാപങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പരീക്ഷണങ്ങളിൽ നിന്നും പരലോകത്തെ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തൗബയിലൂടെയും സാലിഹായ അമലുകളിലൂടെയും അല്ലാഹുവിലേക്ക് അടുക്കുന്ന വലിയ സൗഭാഗ്യവാന്മാരിൽ, ഔലിയാക്കളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി.